എന്താ എടുത്തി? എന്താ പറ്റിയതെന്ന് പറ. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയാ. എടുത്തി ആ സ്ത്രീയോട് ചോദിച്ചില്ലേ? ചോദിച്ചതാ. എന്റെ ഭർത്താവുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ചോദിച്ചു. എന്റെ ഭർത്താവും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? എന്താ മറുപടിയില്ലേ? ആദിത്യന്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കതറിയാനുള്ള അവകാശമില്ലേ? അവരൊന്നും പറഞ്ഞില്ലല്ലോ എടുത്തി. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല എന്നല്ലേ പറയണ്ടേ? അവരുടെ ആ മൗനം, അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ മോളെ? എടുത്തി എടുത്തി കരയല്ലേ? എടുത്തി കരയല്ലേ? എല്ലാം കൊണ്ടും ആകെ തകർന്നു പോയിരിക്കുക. ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അയ്യോ, എടുത്ത് എന്തൊക്കെയാ പറയുന്നേ? രണ്ടും കൂടി മുറിക്കുള്ളിലിരുന്ന കരയാണല്ലോ. ഇന്ന് എന്തായാലും ആ രഹസ്യം കണ്ടെത്തിയേ പറ്റൂ. മരണം മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ. അത് ശരി, കാര്യങ്ങൾ അവിടെ വരെ എത്തി. സംഗതി വളരെ ഗുരുതരമാണല്ലോ. ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം അംഗീകരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കരയില്ലേ? ഇതെന്നോട് കാണിച്ച വിശ്വാസവഞ്ചനയോ? ഇതെനിക്ക് പൊറുക്കാനാവില്ല. ഇവളെ അമൃതയെടുത്തിയെ ചതിച്ചു. അതാ അമൃതയെടുത്തി പൊട്ടിക്കരയുന്നേ. ഇതിപ്പോ തന്നെ അമ്മയെ അറിയിക്കണം. അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് നേരിട്ട് കാണിക്കണം. എനിക്കെന്തായാലും ഒരു ഉത്സവമായി. അമ്മേ, അമ്മേ, വേഗം വാ. എന്താ മോളെ? ഓടി വരുവാണെങ്കിൽ ഒരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? അമ്മ, അവിടെ ശ്യാമയുടെ മുറിയിലെ ഉഗ്ര നിലവിളിയും പൊട്ടിക്കരച്ചിലുവാ. നിലവിളിയോ? ആ, ആര്? അമൃതയെടുത്തി. അവിടെ ശ്യാമയായിട്ട് എന്തോ വലിയ പ്രശ്നം. അതെ, ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് അമൃതയെടുത്തി അവളോട് തട്ടിക്കയറിയും പൊട്ടിക്കരച്ചിലും ഒക്കെയാ. വേഗം വാമേ, അവര് തമ്മിൽ തല്ലുന്നതിന് മുമ്പ് വേഗം അങ്ങോട്ട് ചെല്ലണം. വാമേ, വാ. എഴുതി ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കേ. എഴുത്തി ഇങ്ങോട്ട് വാ. വാ. ഇനി സങ്കടങ്ങളെല്ലാം കണ്ണന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്ക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരുന്ന ദൈവം ഭഗവാൻ കൃഷ്ണൻ. എഴുത്തി കൈകൾ കൂപ്പി മൗനമായിട്ട് പ്രാർത്ഥിക്കാം. മനസ്സിന് അല്പ സമാധാനം കിട്ടും. പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാവും. എന്റെ ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ സങ്കടങ്ങളെല്ലാം നീ അറിയുന്നുണ്ടല്ലോ. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കി തരണേ കൃഷ്ണ. നിങ്ങളെ നീ കാത്തോളണേ. എന്താ?
എന്താ ഇവിടെ പറ്റിയേ? എന്താ അമ്മേ? അമൃത കരഞ്ഞ എന്തിനാ? ഞാൻ കരഞ്ഞെന്നോ? എപ്പോ? ഞാൻ ശ്യാമയുടെ കൃഷ്ണന്റെ മുൻപിൽ പ്രാർത്ഥിക്കായിരുന്നു. അല്ല, ഞാൻ കരഞ്ഞെന്നാരാ അമ്മയോട് പറഞ്ഞത്? ഓ, ഐശ്വര്യായിരിക്കും അല്ലേ? അവൾക്ക് പിന്നെ ഞാൻ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും കരയണമെന്ന ആഗ്രഹം. ആ ആഗ്രഹം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അത് തുടങ്ങിയിട്ട് നാളെ കുറെ ആയില്ലേ അമ്മേ? ശ്യാമയെടുത്ത് കരയല്ലേ? ഏയ്, സാറ് ഒഴിക്കൊന്നും വേണ്ട, ഞാൻ ഒഴിച്ചടിച്ചോളാം. ഏയ്, അതൊന്നും കുഴപ്പമില്ലെന്നേ. വിസ്മയ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട് തുടങ്ങിയില്ലേ? വിസ്മയെ കൊണ്ട് പാടിച്ചാലേ പാട്ടും ഗംഭീരം, പടവും ഹിറ്റാവും. അതാണ് പ്രൊഡ്യൂസർ. വിസ്മയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന് സാറിന് ഒരേ നിർബന്ധം. അതിന് സാറ് സ്റ്റുഡിയോയുടെ അഡ്വാൻസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഏറ്റു. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തോളാം. സാറിന്റെ പേരെന്താ? സൂര്യകുമാർ, കീഴില്ല. വിസ്മയ്ക്ക് സാർ അഡ്വാൻസ് കൊടുത്തോ? ഇല്ല, കൊടുക്കണം. ഇവിടെ സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ട് കൊടുക്കാന്ന് കരുതി. താഴെ ദോരണം കൂടി പിടിപ്പിക്കും. ധൈര്യമായിട്ട് കൊടുത്തോ സാറേ, ഞാൻ ഏറ്റു. പിന്നെ സാറേ, ഇതിലൊരു രഹസ്യമുണ്ട്. അതും കൂടെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. സത്യം പറഞ്ഞില്ലെങ്കിൽ റെക്കോർഡിങ്ങിന് വരുമ്പോൾ നിങ്ങൾ എൻ്റെ പെടലേക്ക് നോക്കി താങ്ങിയാലോ? എന്ത് സത്യം? ദേ സാജ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്കണം. സാജനെ സമ്മതിക്കുന്ന ഒരു കാര്യവും ഞങ്ങളിൽ നിന്ന് പുറത്തു പോവില്ല. അതായത് ഈ വിസ്മയുടെ പാട്ടിന്റെ പിന്നില് ഒരു കൊടും ചതി നടക്കുന്നേ. എന്ത് ചതി? എൻ്റെ പൊന്നു സാറേ, ഈ വിസ്മയ എന്ന അവതാരത്തിന് പാടാനൊന്നും അറിഞ്ഞൂടാ. അതൊരു ഉഗ്രം തട്ടിപ്പാന്നേ. തട്ടിപ്പാണെന്നോ? എന്ത് തട്ടിപ്പ്? എല്ലാം തുറന്നു പറ സാജ. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനത് പറയുന്നേ? അതവരുടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. എന്താ സാജ ഇത്? ചേട്ടാ, സ്റ്റുഡിയോ അഡ്വാൻസ് വേറെ തരാം. ഇത് ചേട്ടന് എന്റെ വക സ്പെഷ്യൽ സമ്മാനം. ഒരെണ്ണം കൂടെ ഒഴിക്ക് സാറേ. പെട്ടെന്ന് ഒഴിക്ക്. സാറേ, വിസ്മയ അല്ല പാടുന്നത്. വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമ എന്നൊരു കുട്ടിയാ. ഈ വിസ്മയുടെ ഒരു തള്ളലുണ്ട്. ഗാനഭൂഷണം GS അരുന്ധതി, ഇന്റർനാഷണൽ ഉടായിപ്പ് അവര്. അവര് വന്ന് ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. പിന്നെ നമ്മൾ മോഹിച്ചതിനപ്പുറം കാശ് വന്നപ്പോ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ സാറേ? മറ്റുള്ളവരെ കാണിക്കാനും പറ്റിക്കാനും വേണ്ടി വിസ്മയ ബൂത്ത് കയറി മൈക്കിന് മുമ്പ് ചൂണ്ടനക്കും. ആ മറ്റേ കുട്ടി ശ്യാമയില്ലേ, ആ കുട്ടിയാ പാടുന്നേ. ഇതെന്തൊരു വഞ്ചനയോ? വഞ്ചനയോ? ഇതിന്റെ പേരതൊന്നുമല്ല. നമ്മളൊക്കെ മ്യൂസീഷ്യൻസ് അല്ലേ സാറേ?
നമുക്കൊക്കെ ഈ ക്രൂരത സഹിക്കാൻ പറ്റുമോ? അപ്പോ പാടുന്നത് ശ്യാമ, ക്രെഡിറ്റ് മുഴുവനും വിസ്മയിക്കും. അതെ സാറേ, ആ ശ്യാമ ഒരു പാവം കുട്ടിയാ. അതിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തൊഴുതു പോവും. അത്രയ്ക്ക് ചൈതന്യം അതിന്. ആ കൊച്ചിനെ ഈ അരുന്ധതിയും വിസ്മയം കൂടി ഏതോ ട്രാപ്പിൽ പെടുത്തിയിരിക്കുക. എന്താണ് ആ ട്രാപ്പെന്ന് എനിക്കറിയില്ല. പറയാതിരിക്കാൻ കഴിയില്ല. ശ്യാമയെ പോലെ ഇത്ര മനോഹരമായി പാടുന്നൊരു കുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ അതിങ്ങനെ ഒരു കെണി കൂടിയും കിടക്കുകയല്ല സാറേ. നമുക്കിപ്പോ പാട്ട് നന്നാവണം. അത് വിസ്മയാണെങ്കിലും ശ്യാമയാണെങ്കിലും. ദേ സാജ, ഇക്കാര്യം തൽക്കാലം ആരും അറിയണ്ട. എൻ്റെ പൊന്നു സാറേ, ഞാനിത് പറഞ്ഞത് അരുന്ധതിയും മകളും അറിയല്ലേ. അവരെന്നെ കൊല്ലും. ഞങ്ങൾ പറയില്ല, ചേട്ടൻ ആരോടും പറയാതിരുന്നാ മതി. ഓ പോ. പോ. ആ ആ അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ ഏട്ടാ. ഓ ആയിക്കോട്ടെ. എന്താ കുടിക്ക? ഓ താങ്ക് യു, താങ്ക് യു. ആ മമ്മി, ഞാൻ ഇൻവിറ്റേഷൻ കാർഡിന്റെ ഡിസൈൻ നോക്കായിരുന്നു. കല്യാണത്തിന്റെ A to Z കാര്യങ്ങളെല്ലാം റോയൽ ആയിരിക്കണമെന്നാ വിവേകിന്റെ ഡാഡി പറയുന്നേ. അതുകൊണ്ട് കല്യാണക്കുറിയൊക്കെ അതിഗംഭീരമായിരിക്കണം. അല്ല, ഈ വിവേകിന്റെ ഡാഡിയും മമ്മിയൊക്കെ വല്ല കടംവെട്ടുകാരാണോ? ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്ത് തിരികെ അമേരിക്കയിലേക്ക് അയക്കാനുള്ള ട്രെയിനിങ് ഒക്കെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോ മോളെ. ആ ക്രൂരകൃത്യമൊന്നും ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാ. ആ മമ്മി, ദേ നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസറാ. എടുക്കെടുക്ക്, സ്പീക്കറിലിട്ടാ മതി. അപ്പൊ എനിക്ക് കൂടി കേൾക്കാലോ. ആ ഹലോ സർ. ഹലോ വിസ്മയ. സർ, എന്തുണ്ട് വിശേഷം? വിശേഷം പറയാനല്ലേ വിസ്മയ ഞാൻ വിളിച്ചത്. അതായത് കേരളത്തിൽ നടക്കുന്ന സരിഗമപായിലാണ് നമ്മുടെ പാട്ടിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്. ഓ വെരി ഗുഡ്. വലിയ വലിയ സെലിബ്രിറ്റികൾ, മ്യൂസിക് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ് തുടങ്ങിയ പ്രതിഭാശാലികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. സന്തോഷം, വളരെ സന്തോഷം സർ. മുഖ്യ ആകർഷണം വിസ്മയാണ് കേട്ടോ. താങ്ക് യു സർ. ഒക്ടോബർ 15 പ്രോഗ്രാം. ഇന്നു മുതൽ നമ്മൾ പരസ്യം കൊടുത്തു തുടങ്ങും. ഇതൊരു ഔദ്യോഗിക ക്ഷണമാണ്. കൃത്യമായി എത്തിച്ചേരുമല്ലോ. അതെന്റെ ചോദ്യാ സർ. തീർച്ചയായിട്ടും എത്തും. അപ്പൊ ഓക്കെ വിസ്മയ, കാണാം. ആ ശരി സർ. നമ്മുടെ ആകാശത്തെ നക്ഷത്രങ്ങൾ തെളിയുകയാ. ഈ സന്തോഷ വാർത്ത വിവേകിനെ അറിയിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. ദേ, എന്റെ അമ്മയമ്മ ആകാൻ ആഗ്രഹിക്കുന്ന യൂസ്ലെസിന്റെ ഫോണാ. എടുക്കട്ടെ? എടുക്കടാ. മമ്മി മോനെ, പാട്ടിന്റെ ലോഞ്ചിങ് കേരളത്തിന്റെ സരിഗമപ പ്രോഗ്രാമിലൂടെയാണ്. അപ്പോ എന്റെ സഹധർമ്മിണി മഹാഗായികയാവാൻ പോവാണല്ലേ? ഓ, ഞാൻ എന്തൊരു ഭാഗ്യവാനാ മമ്മി. മോനെ, നിങ്ങളുടെ കല്യാണത്തിന്റെ രൂപരേഖ ഏറെക്കുറെയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഓക്കെ മമ്മി, ഓക്കെ മമ്മി. കല്യാണം അതിഗംഭീരമാക്കണം. അതാണ് ഡാഡിയുടെ അഭിപ്രായം. എന്നാ ശരി. ഇവന്റെ ഡാഡിയുടെ അന്ത്യം മിക്കവാറും എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. ചോറിടട്ടെ? വേണ്ട. നിനക്ക് വേണോ? വേണ്ട. എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം.
ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടോ? എനിക്കിപ്പോ ഇവിടെ അങ്ങനെ വലിയ വിലയൊന്നുമില്ലല്ലോ മോളെ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ അത് പോട്ടെ, നല്ലൊരു കാര്യം പറയാൻ പോകുമ്പോ അപ്രിയായിട്ടൊന്നും പറയണ്ട. ആ പിന്നെ ആനന്ദേട്ടൻ ഇത് ഗൗരവത്തോടെ കേൾക്കണം. പറയൂ വസു, ഞാനെന്താ കേൾക്കാതിരിക്കുവോ? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ സൃഷ്ടിപരമാണ്. അതൊക്കെ ശത്രുതയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് തെറ്റ്. അമ്മേ, അമ്മ പറയമ്മേ. ഞാൻ ഈ കാര്യം പറയുമ്പോ എനിക്ക് ഭക്തിഭ്രാന്താണെന്നും എന്റെ അന്ധവിശ്വാസമാണെന്നും ഒക്കെ പലരും പറയാൻ സാധ്യതയുണ്ട്. അതാ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നേ. ആമുഖം കഴിഞ്ഞു, അവതാരികയും കഴിഞ്ഞു. ഇനി മാറ്ററിലേക്ക് വരൂ. അതായത് ഇവിടെ അടുത്ത് നമ്മുടെ നാട്ടിൽ പ്രസിദ്ധനായ ഒരു സിദ്ധം വന്നിട്ടുണ്ട്. അതെന്താ ആനന്ദേട്ടൻ ചിരിക്കുന്നേ? ഇതൊരു തരം കളിയാക്കിയുള്ള ചിരിയാണല്ലോ. അതല്ല, ഏതോ ഒരു സന്യാസിയെ കുറിച്ച് പറയാനാണല്ലോ വസു ഈ മുഖവരെയും ആ മുഖമൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ചിരിച്ചു പോയതാ. അല്ലെങ്കിലും ആനന്ദേട്ടൻ ഈ സന്യാസികളെയും സിദ്ധന്മാരെയൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. തെറ്റാണ്. ഭാരതത്തിന്റെ തനതായ ഉപനിഷത്തുകളും വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രചിച്ചത് മുനിമാരാണ്, ശ്രേഷ്ഠന്മാരായ മുനിമാർ. എനിക്ക് നല്ല സന്യാസിമാരെയൊക്കെ വളരെ ബഹുമാനമാണ്. പിന്നെ കുറെ കപട സന്യാസിമാരും മന്ത്രവാദികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ എനിക്ക് പുച്ഛമാണ്. ഞങ്ങളുടെ തറവാടിനടുത്തേ ഒരിക്കലൊരു സിദ്ധൻ വന്നു. രാത്രികാലങ്ങളില് സിദ്ധൻ ഗന്ധർവനായി മാവേലും പ്ലാവേലും ഒക്കെ കേറാൻ തുടങ്ങി. എന്നിട്ട് നാട്ടുകാരെല്ലാരും കൂടി ഗന്ധർവനെ പിടികൂടി നന്നായി ചതച്ചു. അയ്യോ, പക്ഷേ സച്ചിദാനന്ദ സ്വാമി അങ്ങനെയുള്ള ആളല്ല കേട്ടോ. ഒന്നാമത് അദ്ദേഹം അറിവുള്ള ആളാ, തട്ടിപ്പിനൊന്നും നടക്കുന്ന ആളുമല്ല. അമ്മ എന്തായി പറഞ്ഞു വരുന്നേ? നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള സമാധാനക്കേടുണ്ട്. അമ്മ ആ പറഞ്ഞത് ശരിയാ. അതിന് ഒരു പരിഹാരം കണ്ടെത്തണം. നമുക്ക് സകുടുംബം ആ സിദ്ധനെ പോയെന്ന് കാണണം. എന്തു പറയുന്നു? വസുവിന്റെ ഈ താല്പര്യത്തിന് ഞാൻ എതിരൊന്നും നിൽക്കുന്നില്ല. ഞാൻ വരാം. അച്ഛൻ വരുമെങ്കിൽ ഞങ്ങളെല്ലാരും റെഡി. എണീക്കട്ടെ. എന്തൊരു സിദ്ധിയും സർഗവാസനുള്ള കുട്ടിയാ നിന്റെ ഭാര്യ ശ്യാമ. ആലാപനത്തിന്റെ ആ മനോഹാരിതയിൽ നമ്മളിങ്ങനെ ലയിച്ചിരുന്നു പോകും. ആ വലിയ കഴിവാണ് രണ്ട് ഫ്രോഡുകൾ ചേർന്ന് ആ കുട്ടിയെ ട്രാപ്പിലാക്കി കവർന്നെടുക്കുന്നത്. ഇതിപ്പോ ശ്യാമ പാടുന്നുള്ള കാര്യത്തില് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ പല പ്രാവശ്യം അയാളോട് ചോദിച്ചതാ. അപ്പോഴൊക്കെ ശ്യാമ എന്നോട് നുണ പറഞ്ഞു. അത് ഇവരുടെ ട്രാപ്പിൽ പെട്ടുപോയതുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷേ എന്ത് കാര്യമാണെങ്കിലും നേരിൽ കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കൂ. മറ്റുള്ളവർ പറയുന്ന കേട്ട് എന്റെ ശ്യാമയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയവനാ ഞാൻ. അതിന്റെ കുറ്റബോധം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ദൈവം പിന്നെയും ഇടപെട്ടതുകൊണ്ടാ ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്ന. ഇത്രയും തെളിവുകളുണ്ടായിട്ടും നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്ന വിവേക്, വിശ്വസിക്കുന്നു. 99% ഞാൻ വിശ്വസിക്കുന്നു.